ഹലോ ഗൈസ്, അപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന തമിഴിലാണ്ട് ഒരു കൂൺകറി പരീക്ഷണമാണ്. ഈ ഡയലോഗ് ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി അവർ കുറെ കഷ്ടപ്പെട്ട്. അപ്പോൾ കൂണുകൾ പല തരമുണ്ട്. തുപ്പിയുള്ള കൂണ്, തുപ്പില്ലാത്ത കൂണ്, നിക്കണ കൂണ്, ഇരിക്കണ കൂണ്, വിഷമില്ലാത്ത കൂണ്, വിഷമുള്ള കൂണ്. അയ്യോ, ഇത് കൂണിന്റെ ക്ലാസ് അല്ലല്ലോ, സോറി. അപ്പൊ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ പോവാ, അതാ നല്ലത്. അപ്പൊ ഇതാണ് നമ്മള് കൂണ്. ഏത് തരം കൂണാന്നൊക്കെ അറിയില്ല, പക്ഷെ ഇത് വിഷമില്ലാത്ത കൂണ്. ആന്റി തന്നതാണ്. ഇത് അവിടെ ഉണ്ടാക്കുന്ന കൂണാണ്. നല്ല സോഫ്റ്റ് കൂണാണ്. ഇത് പൊട്ടിച്ചെടുക്കാൻ നല്ല സുഖമാണ്. ഇത് ജസ്റ്റ് തൊടുമ്പത്തിന് പോരും. ഇത് 2 പീസാക്കി ഇടേണ്. ഞാൻ 2 ചെയ്ത് നോക്കി, പിന്നെ ഉമ്മച്ചി സമ്മതിച്ചില്ല. അപ്പൊ നമ്മൾ പൊട്ടിക്കലഴിഞ്ഞ് മുട്ടത്തലേനാക്കിണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവന്മാരൊന്ന് കുളിപ്പിച്ചെടുക്കാം. വെള്ളം തട്ടിപ്പ് ഇത് കൂണാന്ന് പോലെ അറിയണില്ല. ആളങ്ങണ്ട് ഒതുങ്ങി. ഇപ്പൊ ശരിക്കും പഞ്ഞു പോലെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവരൊക്കെ ഓട്ടോട്ട പാത്രത്തിനെടുത്ത് വെള്ളം കളയാം. വെള്ളം പോകുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അല്ലാതെ കുഞ്ഞാന്നറിയാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ അല്ലേ. ഇനി നമ്മൾക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമ്മൾ കുഞ്ഞാന്നരിഞ്ഞ വെളുത്തുള്ളി ഇടാം. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ സവാളയും പച്ചമുളകും ഇടാം. എന്നിട്ട് കടുവറ ഇതിന്റെ കളറൊന്നും മാറി വരണം. കളർ മാറുന്നില്ലല്ലോ സജി? കളർ വന്നിട്ടുണ്ട്. എന്റെ പറിച്ചോണ്ടാ മാറിയെന്ന് തോന്നുന്നു. ഇനി നമ്മൾക്ക് ഇഞ്ചിടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത് കളറൊന്ന് മാറണം. ഇനി നമ്മളെ സ്വന്തം തക്കാളി ഇടാം. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി സെറ്റ് ആക്കാം. ഈ ഇളക്കണ പരിപാടി കുറച്ച് ബോറാ. നമുക്ക് ഉപ്പിട്ട് നന്നായി ഇളക്കാം. ഉപ്പാണല്ലോ മെയിൻ. ഉപ്പില്ലാണ്ട് എന്താ ആഘോഷം? അപ്പൊ നമ്മൾക്കിനി പൊടികൾ ഇടാൻ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് മുളക് പൊടിയാണ് ഇട്ടിക്കണേ. പിന്നെ എടുക്കും മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിക്ക് നല്ല മഞ്ഞ കളറല്ലോ. നമ്മൾക്ക് കുരുമുളക് ഇടാം. എന്നിട്ട് നമ്മൾക്ക് അടുത്തത് ഗരം മസാല ഇടണം. മസാലയുടെ കുത്തുമണം പോണ വരെ നന്നായി ഇളക്കണം. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിക്കണം. തിളപ്പിച്ച വെള്ളമാണെങ്കിൽ നല്ലത്. കൂണിന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പൊ മസാല പിടിക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഈ കൂണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി യോജിച്ചു. ചിക്കൻ കറിയിലും നൂഡിൽസിലും വെജിറ്റബിളിലും ഒക്കെ ഇടാൻ പറ്റുന്ന സാധനമാണ് കൂണ്. മരുന്നില് കൂണ് ഉപയോഗിക്കുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താരം കൂണയ്ക്ക് ഇടാം. കൂണയ്ക്കിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അടിച്ചു വെക്കാം. കൂണിന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. ഞാൻ തുറന്നൊരു കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇടാം. ഞാൻ അടിച്ചിട്ട് 5 മിനിറ്റ് കൂടി വേവിക്കാം. അപ്പൊ നമ്മള് കൂൺകറി റെഡി. കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് നല്ലതാണ്. പക്ഷെ എനിക്ക് കൂൺകറി ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കൂട്ടിയില്ല. ബാക്കി എല്ലാരും കഴിച്ചു. അപ്പൊ പത്തിരിയും കൂൺകറിയും 1 ഗ്ലാസ് സുലൈമാനും. അന്തസ്. എല്ലാരും കറി ഉണ്ടാക്കാൻ കമന്റ് ചെയ്യാം. അപ്പൊ ചാച്ചാ, ബൈ ബൈ.